വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ ദാനമായി തന്നു. ഈ കർത്താവിനോട് കൂടെ വസിക്കുന്നത്, ഈ കർത്താവിനോട് കൂടെ നമ്മുടെ സമയം ചിലവഴിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർക്ക് കർത്താവിൻ്റെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ലഭിക്കുന്ന പോലെയുള്ള സന്തോഷം നമുക്ക് മറ്റെങ്ങും കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വസിക്കുന്തോറും നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ആ കർത്താവിനെ കൂടുതലായിട്ട് നമുക്ക് മഹത്വപ്പെടുത്തുവാനുണ്ടായിത്തീരും. കാരണം ദൈവഹിതം നമുക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതെത്ര നല്ലതാണ്. അപ്പം ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച ആ കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം വളരെ വലിയ വിടുതലും ആശ്വാസവും കൊടുത്തു. എന്നാൽ അവർ വാഗ്ദത്തത്തെ എത്തിക്കഴിയുമ്പോൾ അവർ വീണ്ടും ദൈവത്തെ മറക്കുവാനിടയാകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുത്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രബോധനങ്ങൾ അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അത് നമ്മൾ വളരെ ഗൗരവമായി അതിനെ കാണണം. അപ്പോൾ അവരോട് കർത്താവ് 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. അത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11, 14, 17 വാക്യങ്ങളായിട്ടാണ് ആ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതിനെ നമുക്ക് വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഈ 4 കാര്യങ്ങൾ വളരെ മുഖ്യമായതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതിലൊന്നാമത്തെ കാര്യം ദൈവത്തെ മറക്കരുതെന്നുള്ളതായിരുന്നു. 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ 2 കാര്യമുണ്ട്. 1, ദൈവത്തെ മറക്കരുത്. 2, ദൈവത്തിൻ്റെ നിയമത്തെ അലക്ഷ്യമാക്കരുത്. നമ്മൾ ദൈവം തരുന്ന, നമ്മുടെ ദൈവം നിയമത്തിൻ്റെ ദൈവമാണ്. അപ്പം നമ്മൾ ഇന്നലെ ദൈവത്തെ മറക്കരുത് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ബാക്കി 3 കാര്യം കൂടെ ചിന്തിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ 3 കാര്യം, 1, ദൈവത്തിൻ്റെ നിയമത്തെ അലക്ഷ്യമാക്കരുത്. അത് 8-ന്റെ 11-ന്റെ ബി പാർട്ട്. പിന്നെ അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ നിഗളിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അതിൻ്റെ 17-ാം വാക്യത്തിൽ സ്വശക്തിയിൽ നമ്മൾ പ്രശംസിക്കരുത്. എപ്പോഴും നമുക്കറിയാം നമ്മുടെ സ്വയമാണ് എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞു ഓർപ്പിച്ചത്. എന്നാൽ ഇതിലെല്ലാം അവർ തെറ്റിപ്പോയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കും ഇതിൽ നിന്നും അനേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതേ ആവർത്തന പുസ്തകം 8-ന്റെ 11-ന്റെ ബി പാർട്ടിൽ ദൈവം പറയുന്നു, നിയമം അലക്ഷ്യമാക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ. ഒന്ന് വായിക്കാം. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളുടെ വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാൻ. അപ്പോൾ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും അലക്ഷ്യമാക്കരുത്. അതാണ് അവിടുത്തെ വിഷയം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് നിയമത്തിൻ്റെ ദൈവമാണ്. പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ, നിയമപെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ അത് വീണ്ടും ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദാവീദ് ഒരു വലിയ ഒരുക്കമൊക്കെ നടത്തി. അവിടെ ആ സമയത്ത് ആ പെട്ടകം കൊണ്ടുവരുന്ന വഴിയിൽ ഉസ ഛേദിക്കപ്പെട്ടു. അതിന് കാരണം പറയുന്നത്, ആ പെട്ടകം വീഴുവാൻ പോയപ്പോഴത്തേക്കും ഉസ കൈനീട്ടി അതിന് പിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് കൊണ്ടുവന്നതേ തെറ്റായ രീതിയിലായിരുന്നു. അതിനെക്കുറിച്ച് ദാവീദ് പറയുന്ന ഒരു കാര്യം 1 ദിനവൃത്താന്തം അതിൻ്റെ 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദം ഉണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. കണ്ടോ, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ഇവിടെ ദാവീദ് പറയുന്നത്, നമ്മൾ അവനെ അന്വേഷിച്ചത് നിയമപ്രകാരമല്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ വിപത്ത് പറ്റിയതെന്ന. അപ്പം ഈ പെട്ടകം കൊണ്ടുവരുന്നതിനോടുള്ള ബന്ധത്തിൽ ദാവീദ് 3 തെറ്റുകളാണ് ചെയ്തത്. അത് നമ്മൾ 2 ശമൂവേൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ അവിടെ ആ കൊണ്ടുവന്ന സംഭവം എഴുതിയിരിക്കുന്നത് 6-ാം അധ്യായത്തിലാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ജാതികളുടെ രീതിയാണ് പിൻപറ്റിയത്. ജാതികളാണ് കാളവണ്ടിയിൽ അതിങ്ങോട്ട് അയച്ചത്, അവർ ഇങ്ങോട്ട് അയച്ചത്. എന്നാൽ ഇവിടെ
ജാതികളുടെ രീതിയിൽ അവനും കാളവണ്ടി ഉണ്ടാക്കി. നമ്മൾ 2 ശമൂവേൽ 6-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതാ വായിക്കുന്നത്. അപ്പോൾ അത് തികച്ചും എന്ത് ചെയ്യുക, ജാതികളുടെ രീതിയെ നമ്മളൊരിക്കലും ജാതികളുടെ രീതിയിലേക്ക് പോകാൻ പാടില്ല. ജാതികളുടെ രീതി പഠിക്കരുതെന്ന് യിരെമ്യാവ് 10:1 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഒരിക്കലും ജാതികൾ കാണിക്കുന്ന പോലെ കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്ന ദാവീദ് ഇവിടെ ദൈവത്തോട് ചോദിച്ചില്ല. ദൈവത്തോട് നമ്മൾ 1 ദിനവൃത്താന്തം അതിൻ്റെ 13-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അതാണ്. ദാവീദ് ദൈവത്തോട് ചോദിച്ചില്ല. പിന്നെയോ മറ്റുള്ള സൈന്യാധിപന്മാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തെങ്കിലും ദൈവത്തോട് ചോദിച്ചില്ല. മൂന്നാമത് ചെയ്തിട്ട് അവൻ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ കൊണ്ടുവരേണ്ടതാ, ദൈവത്തിൻ്റെ ഈ പെട്ടകം കൊണ്ടുവരേണ്ടത് ലേവ്യ കുലത്തിൽപ്പെട്ടവരാണ്. അതിന് കൃത്യമായ നിയമം സംഖ്യാപുസ്തകം 7:9 അതിൻ്റെ 4:15 ആവർത്തനം 10:8 അവിടെയെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ആര് ചുമക്കണം, എങ്ങനെ ചുമക്കണം, തോളിൽ ചുമക്കണം. അപ്പം ഈ ദാവീദ് കണ്ടെത്തിയ പദ്ധതി അത് പുതിയ വണ്ടിയായിരുന്നു, അത് ആധുനികമായിരുന്നു, അത് കാലോചിതമായിരുന്നു, അത് മനോഹരമായിരുന്നു. എന്നാൽ അത് ദൈവം വെറുക്കുന്നതായിരുന്നു, ദൈവികമല്ലായിരുന്നു. നോക്കണം. അപ്പം ലോകരുടെ മുമ്പിൽ പ്രശംസ പറ്റത്തക്ക നിലയിലൊക്കെ ആയിരുന്നെങ്കിലും അത് ആത്മീയമോ ദൈവികമോ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ദൈവം നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ നിയമത്തെ അലക്ഷ്യമാക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ നിയമവ്യവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം? നിയമാനുസൃതമായിരിക്കണം. നമുക്ക് അറിയാം 2 തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടപ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം നമ്മൾ പോരാടുന്നില്ല എങ്കിൽ നമുക്ക് കിരീടം ലഭിക്കുകയില്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കാനുള്ളൊരു കാര്യമാണ്, ഷൈനി എബ്രഹാം ഏഷ്യാഡിൽ ഓട്ടത്തിൽ ആദ്യം ഓടിയെത്തി, എന്നാൽ അവൾക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. അവൾ വളരെ സന്തോഷിച്ചു. ഞാൻ ജയിച്ചു, ഞാൻ ഒന്നാമതായി എത്തി, എനിക്ക് ഇപ്പോൾ സ്വർണ്ണ മെഡൽ കിട്ടുമെന്നൊക്കെ അവൾ വളരെ ആഗ്രഹിച്ചു. എന്നാൽ അവിടെ വിജയികളുടെ പേര് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ അവളുടെ പേരേ വന്നില്ല. 1-ലും വന്നില്ല, 2-ലും വന്നില്ല, 3-ലും വന്നില്ല. അവൾ പൊട്ടിക്കരയാനിടയായിട്ടുണ്ട്. കാരണം എന്താ അറിയോ? അവൾ ഓടിയ ട്രാക്കിൽ അവളുടെ പാദങ്ങൾ മറ്റവരുടെ ട്രാക്കിലേക്ക് 1-2 പ്രാവശ്യം പോകാനിടയായി. ചെറിയൊരു തെറ്റ്, പക്ഷെ വലിയൊരു നഷ്ടം. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനേകരും ഈ കാര്യത്തിൽ വലിയ ഗൗരവമുള്ളവരല്ല. നമ്മളൊരു കാര്യം പഠിക്കണേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചാൽ അത് ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയല്ല എങ്കിൽ നമുക്ക് യാതൊരു പ്രതിഫലവും നിത്യതയിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവവചനം മനസ്സിലാക്കേണ്ടത് എത്ര വലിയ കാര്യമാണ്. വിശുദ്ധന്മാർ ഉപദേശങ്ങളെ പഠിക്കണം, തിരുവചനം നന്നായിട്ട് പഠിക്കണം, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം, നമ്മൾ ഈ വചനം നമ്മളെപ്പോഴും പങ്കുവെക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമതേ, കാരണം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ 111-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. നോക്കണം, ദൈവം തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. പ്രിയമുള്ളവരെ, അത് 1000-ഓ 10,000-ഓ വർഷങ്ങൾ കടന്നു പോയാലും ദൈവം തൻ്റെ നിയമത്തെ മറക്കുന്നില്ല. ദൈവം തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അതേ കാര്യം തന്നെ അതിൻ്റെ 105-ന്റെ 8-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. 105-ന്റെ 8-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. 1000 തലമുറയോളവും ഓർക്കുന്നു. കണ്ടോ? അപ്പോൾ അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കും. അപ്പം നമ്മുടെ ദൈവം നിയമത്തിൻ്റെ ദൈവമാകുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. വിശുദ്ധന്മാർ ദൈവകൃപയിലേക്ക് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതാണ് ദൈവഹൃദയത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗലിനെ ദൈവം
ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചു. എന്താണ്? അമാലേക്കിരിയെ നിർമൂലമാക്കുക. എന്നാൽ തന്നോട് പറഞ്ഞതുപോലെ താൻ ചെയ്തില്ല. അപ്പോൾ താൻ മടങ്ങി വന്നപ്പോൾ കൊള്ളയടിച്ചാ വന്നേ. അപ്പോൾ അവിടെ ശമൂവേൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നത്, ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ അനുസരിക്കുന്നത് യാഗത്തെക്കാൾ. ദൈവത്തിന് പ്രസാദം അനുസരണമാണ്. നമ്മൾ എങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നമുക്കറിയാം, ഏദൻ തോട്ടം മുതൽ വചനത്തോടുള്ള മറുതലിപ്പ് നാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടുള്ള മത്സരം, നമുക്കറിയാം, നമ്മൾ ആദാമിൻ്റെ ലംഘനം അനുസരണക്കേടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് ദൈവമക്കളെ. ആദാമിൻ്റെ ഇത് അനുസരണക്കേടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏക മനുഷ്യൻ്റെ, നമ്മൾ റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. കണ്ടോ? ഏക മനുഷ്യൻ്റെ അനുസരണക്കേട്, ആദാമിൻ്റെ അനുസരണക്കേടാണ് ആദാമിലുള്ളവരെല്ലാം, ആദാമി തലമുറകൾ മുഴുവനും പാപികളായി തീരുവാനായിട്ട് കാരണം. അതിനെക്കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ ഹോശേയാവ് പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഹോശേയാവ് 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ അവനോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. നോക്കുക, അവർ ആദാം എന്ത് ചെയ്തു? നിയമത്തെ ലംഘിച്ചു. നിയമത്തെ ലംഘിച്ചിട്ട് ഈയോബിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യമുണ്ട്. ആദാം എന്ത് ചെയ്തു? ലംഘിക്കുക മാത്രമല്ല, അത് മറച്ചു വയ്ക്കുവാനും ശ്രമിച്ചു. അതിൻ്റെ ഈയോബ് 31-ന്റെ 33-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവെടുത്ത് മറച്ചു വെച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ വെച്ചില്ല എന്നാ ഈയോബ് പറയുന്നത്. നോക്കുക, എത്ര വലിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈവവചനത്തോട് വിശ്വസ്തത കാണിക്കണം. 78-ാം സങ്കീർത്തനം അതിൻ്റെ 78-ന്റെ 37-ാം വാക്യത്തിൽ, 78-ാം സങ്കീർത്തനം അതിൻ്റെ 37-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത്, അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചില്ല. അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തരാണോ? നമ്മൾ അവിശ്വസ്തത കാണിച്ചാൽ, അല്ല നമ്മൾ വചനം പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ, അനേക കാര്യങ്ങളിൽ നമ്മൾ അനുസരിക്കുന്നില്ല, നമ്മൾ പരിശോധിക്കുന്നില്ല എന്ന് മാത്രം. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഇത് ദൈവവചനാനുസരണമാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വളരെ അനിവാര്യമാണ്. നമുക്കറിയാം, മോശയോട് ദൈവം ഒരിക്കൽ പാറയെ അടിക്കാൻ പറഞ്ഞു. അന്ന് അടിച്ചപ്പോൾ വെള്ളം വന്നു. എന്നാൽ രണ്ടാമത് ദൈവം മോശയോട് പറയുന്നത് പാറയെ അടിക്കാനല്ല, പിന്നെയോ പാറയോട് കൽപ്പിക്കാനാണ്. നമ്മൾ സംഖ്യാപുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 7 മുതൽ 12 വരെയുള്ള വാക്യം, യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്നും അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിന് അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശയെ യഹോവയുടെ സന്നിധിയിൽ നിന്നും വടിയെടുത്ത് മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശെ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. കണ്ടോ ദൈവമക്കളെ, വളരെ ആഗ്രഹത്തോടെ മോശ ഈ ജനത്തെ നയിച്ചതാണ്. എന്നാൽ ആ ദേശത്തേക്ക് പോകുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല.
വഴിയാത്രയിൽ അവർ തീർന്നു. ദൈവമക്കളെ, നമ്മൾ എത്രയോ അനുഗ്രഹീതമായ പ്രതിഫലങ്ങളെയാണെന്നറിയാവോ നമ്മൾ വചനം ലംഘിക്കുമ്പോൾ നഷ്ടമാക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെല്ലാം പലപ്പോഴും നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ രണ്ടാമതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവത്തെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ നിയമം അത് അലക്ഷ്യമാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ നിഗളികളാകാൻ പാടില്ല. അതേ ആവർത്തനം 8:14 വാക്യം. നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ. അപ്പോൾ നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ, നിന്റെ അടിമ വീടായ. അപ്പോൾ നിന്റെ ഹൃദയം നിഗളിപ്പാതിരിപ്പാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം നിഗളിച്ചെന്ന് വരാം. നമുക്കറിയാം, ദൈവം വളരെ വെറുക്കുന്ന ഒരു കാര്യമാണ് നിഗളം. ഈ നിഗളം നമ്മളെ എന്താക്കി മാറ്റുമെന്ന് അറിയാമോ? നമ്മളെ പിശാചിന്റെ മക്കളാക്കി മാറ്റും. നമുക്കറിയാം, നമ്മൾ 1 തിമോത്തിയോസ് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. പുതിയ ശിഷ്യന്മാരാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് അതിനുള്ള പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിഗളിച്ചു പോകാം. അപ്പോൾ അങ്ങനെയുള്ള നിഗളം, അപ്പോൾ നിഗളമാണ് നല്ലൊരു ദൂതനെ പിശാചാക്കി മാറ്റിയത്. നോക്കണം. അപ്പം ദൈവം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിഗളിക്കാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രയും. ക്രിസ്തു വിരോധിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. എതിർ ക്രിസ്തു വിരോധി. അവൻ എന്ത് ചെയ്യും? ആന്റി ക്രൈസ്റ്റ്. അവൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ ഉയർത്തുന്നു. അവന് സ്വയപ്രശംസയാണ്. അത് ദൈവം ഏറ്റവും വെറുക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, ബൈബിൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഉസിയ രാജാവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ 2 ദിനവൃത്താന്തം അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നല്ലൊരു രാജാവായിരുന്നു, വളരെ കൃഷിപ്രിയനായ നല്ലൊരു രാജാവായിരുന്നു ഉസിയാവ്. എന്നാൽ അവനെക്കുറിച്ച് അവൻ വളരെ തൻ്റെ ജീവിതത്തിൽ വളരെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, നമുക്ക് അതിൻ്റെ 2 ദിനവൃത്താന്തം 26-ന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി, അവന് വളർച്ച കൊടുത്തു, ഉന്നതി കൊടുത്തു. എന്നാൽ നമ്മൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അപ്പോൾ നിഗളിക്കുന്നവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. നല്ലൊരു രാജാവ്, ദൈവം അവന് ഉയർച്ച കൊടുത്തപ്പോൾ അവൻ നിഗളിച്ചു. ഇന്നും അങ്ങനെയല്ലേ? അനേകരും കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ അവർ നിഗളികളായി മാറുന്നു. പ്രിയമുള്ളവർ, ഈ അബദ്ധം പുതിയ നിയമസഭയിൽ എത്രയോ വിശുദ്ധന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. ജോലിയില്ലാതെ ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, പണം വന്നു, അതൊക്കെ കഴിയുമ്പോൾ അവർ അറിയാണ്ട് അവരെ നിഗളിക്കുക. അവരെ ഉയർത്തിയ ആ ദൈവത്തെ അവർ മറന്നു പോവുകയാണ്. നമ്മളുടെ കാര്യം, നിഗളം ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ്. ഹിസ്കിയാവിൻ്റെ നിഗളത്തെക്കുറിച്ച് നമുക്കറിയാം. അതേ 2 ദിനവൃത്താന്തം അതിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ അറിയോ? എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് തക്കവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്റെ മേലും കോപമുണ്ടായി. നോക്കണേ, ദൈവത്തിന്റെ ശിക്ഷ വരുവാനിടയായി തീർന്നു. നോക്കുക, നല്ലൊരു രാജാവാ ഈ ഹിസ്കിയാവ്, വളരെ നല്ല രാജാവാ. നമുക്കറിയാം, അവന്റെ മരണവാർത്ത കേട്ടപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞ് അപേക്ഷിച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അവൻ നിഗളിച്ചു പോയി. ഈ നിഗളം
എത്രമാത്രം ദോഷമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഈ നിഗളത്തെക്കുറിച്ച്, നിഗളിയാകരുത് എന്നതിനെ കുറിച്ചുള്ള വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് തിരുവചനത്തിൽ വായിക്കാനായിട്ട് കഴിയും. നമ്മൾ സദൃശവാക്യം 16-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. നോക്കുക, ഗർവമുള്ള ഏവനും, ഗർവം എന്ന് പറയുമ്പോൾ നിഗളം, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിഗളമുള്ളവരെ ദൈവം വെറുക്കുന്നു എന്നാണ്. നോക്കുക, അതിൻ്റെ 18-ാം വാക്യോടെ ശ്രദ്ധിക്കാം. നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതമാവും. കണ്ടോ, നാശത്തിന് മുൻപേ ആ ഗർവം. ഒരുവൻ നശിക്കാൻ പോകുന്നു, തകരാൻ പോകുന്നു, അതിനു മുമ്പ് വരുന്ന കാര്യമാണ് പറയുന്നത് നിഗളം. അതിൻ്റെ സദൃശവാക്യം തന്നെ അതിൻ്റെ 18-ന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, നാശത്തിന് മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുൻപേ താഴ്മ. അപ്പോൾ ഒരുവന് താഴ്മ എപ്പോഴാണ് ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ സ്വർഗീയ ജ്ഞാനം ഒരുവന് ലഭിക്കുമ്പോഴാണ്. എന്നാൽ ഒരുവൻ നിഗളിക്കുന്നുവെങ്കിൽ അവിടെ വായിക്കുന്നത് എന്താണ്? അവൻ നാശത്തിലേക്ക് പോവുകയാണ്, അവൻ നശിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇത് എത്ര വലിയ ശക്തമായൊരു മുന്നറിയിപ്പാണ്. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലും 1 പത്രോസ് 5-ന്റെ 5-ാം വാക്യത്തും 2 വാക്യങ്ങളുടെ അവസാന ഭാഗത്ത് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവമക്കളെ വളരെ ശ്രദ്ധിക്കണം. ഈ നിഗളം ആരുടെ ജീവിതത്തിലും ഏത് സമയവും കടന്നു വരാം. അതുകൊണ്ട് തന്നെയാണ് അനേകരുടെ ആത്മീയ ജീവിതം തകർന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കണം. അവസാനത്തെ 4-ാമത്തെ ആ കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 17-ാം വാക്യം, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി. അപ്പോൾ എന്ന് പറയാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. അത് മുഴുവൻ വായിക്കണം. അപ്പം അത് എന്ന് പറയാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ മിടുക്കാണ് അല്ലേ? അനേകരും അതല്ലേ പറയുന്നത്. ഞാൻ അങ്ങനെ ഓടി, ഞാൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. നമ്മൾ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന് കൃപയാല. നമുക്ക് അധ്വാനിക്കാനോ അല്ല ആത്മാക്കളെ നേടാനോ പോലും കഴിയുന്നെങ്കിൽ അത് നമ്മുടെ കഴിവല്ലല്ലോ, അത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ സ്വയത്തിൽ നമ്മൾ പ്രശംസിക്കാൻ പാടില്ല. പലപ്പോഴും ഞാനിങ്ങനെ ദൈവവചനമൊക്കെ കൂടുതലായിട്ട് വായിക്കാറുള്ളപ്പോൾ ഞാനിങ്ങനെ ഇത്ര പ്രാവശ്യം ദൈവവചനം വായിച്ചു എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാനത് പറയുന്നത് വാസ്തവത്തിൽ കൂട്ടായ്മയിലെ വിശുദ്ധന്മാരുടെ ഉത്സാഹത്തിന് വേണ്ടിയാണ്. പക്ഷേ അതിനെ ചിലർ അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം അങ്ങനെയുള്ള വർത്തമാനമൊന്നും ഞാൻ പറയാറില്ല. കാരണം അദ്ദേഹം വെറുതെ ഒരു സ്വയപ്രശംസയാണ് എന്ന് പറയാനായിട്ട് ഇടയെത്തിരും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് പറയാനൊരു അവസരം കൂടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വയപ്രശംസയ്ക്ക് നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മളാൽ ഒന്നും കഴിയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പൗലോസ്ലീഹ തന്നെ 2 കൊരിന്ത്യർ 10:17 വായിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിനെ പ്രശംസിക്കട്ടെ, തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രയേ കൊള്ളാവുന്നവൻ. 2 കൊരിന്ത്യർ 10:17 വാക്യമാണ് ഞാൻ വായിച്ചത്. അതാണ് പ്രിയമുള്ളവരെ, നമുക്ക് എവിടെയാ പ്രശംസയുള്ളത്? നമുക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പ്രശംസിക്കാൻ കർത്താവിൽ മാത്രം. മറ്റൊന്നിലും നാം പ്രശംസിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ല. അതുതന്നെ നമ്മൾ ഫിലിപ്പിയർ ലേഖനം 3:3 വായിക്കുമ്പോൾ, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ക്രിസ്തുയേശുവിൽ നാം പ്രശംസിക്കുന്നു. നമുക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രം, കർത്താവിൽ മാത്രം നമ്മൾ പ്രശംസിക്കണം. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള തിരഹിതം എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ നമുക്കറിയാം, ഈ ലോകത്തിൽ ജനങ്ങൾ പൊതുവെ മറ്റുള്ളവരൊന്നും പ്രശംസ ആഗ്രഹിക്കുന്നവരാ. ആ ആഗ്രഹം ദൈവമക്കളിൽ പാടില്ല എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ലോകത്തിൽ ദൈവത്തിൻ്റെതല്ലാത്ത ശുശ്രൂഷന്മാരുണ്ട്, ദൈവം നിയോഗിക്കാത്ത ശുശ്രൂഷന്മാരുണ്ട്. അവരെക്കുറിച്ച് സ്തുതിപാഠകന്മാർ അനേകർ എഴുന്നേൽക്കണമെന്ന് അവരെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമ്മൾ പ്രശംസ പറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും അത് ദൈവത്തിൻ്റെ ഒരു മനസ്സല്ല, ദൈവത്തിൻ്റെ ഹൃദയമല്ല.
നമുക്കറിയാം, നമ്മൾ കർത്താവിനെ പഠിപ്പിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവിടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. അപ്പോൾ ആരെ ചെയ്തത്? കള്ളപ്രവാചകന്മാരെ. പ്രിയമുള്ളവര്, നമുക്ക് ഈ ലോകത്തിന്റെ കയ്യടി വേണ്ട. ചിലരൊക്കെ നമുക്കറിയത്തില്ലേ, വലിയ വലിയ സഭകളിലൊക്കെ കാണാം, ഇങ്ങനെ കൈയടിച്ച് അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വാസ്തവത്തിൽ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു വിഗ്രഹാരാധനയിലേക്ക് പോകുകയാണ്. വളരെ വളരെ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രശംസ ലഭിക്കേണ്ടത് കർത്താവിൽ നിന്ന്. കർത്താവിന് നമുക്ക് പ്രശംസ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അപ്പോൾ ജനങ്ങൾ തമ്മിൽ തമ്മിൽ ബഹുമാനം ആഗ്രഹിക്കുന്നു. ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അവർ അന്വേഷിക്കുന്നില്ല. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ബഹുമാനമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലൂടെ പ്രിയമുള്ളവരെ എപ്പോഴും കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകണം. അപ്പം അങ്ങനെയല്ലാത്തൊരവസ്ഥ നിശ്ചയമായും ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് അനേകരും സത്യം അറിഞ്ഞിട്ടും മുമ്പോട്ട് വരാത്തതെന്നറിയാമോ? അവർ ഈ ലോകത്തിൻ്റെ പ്രശംസ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പലരോടും പറയുമ്പോഴത്തേക്കും ഈ സമൂഹം ഞങ്ങളെ വെറുക്കും, അതുകൊണ്ടാ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ തന്നെ യോഹന്നാൻ 12:42-43 വാക്യം വായിക്കുമ്പോൾ പ്രമാണികൾ തന്നെയും അനേകർ അവരിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞിരുതാനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. കേട്ടോ, ഇന്നും അനേകരും സത്യമൊക്കെ അറിയാമെങ്കിലും വചനം വായിക്കുന്നുണ്ട്, സത്യം അറിയാം, എങ്കിലും അവര് ഈ സത്യത്തിലേക്ക് വരാത്ത എന്തുവാ? അവര് ഈ ലോക മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം. അവര് ദൈവത്തെ അല്ല, അവര് ഈ ലോകത്തെ സ്നേഹിക്കുന്നു. നോക്കുക, ഇതൊക്കെ അന്ന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എല്ലാം വെളിപ്പെടും. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ സത്യം വെളിപ്പെട്ട് കിട്ടിയിട്ട് നമ്മളത് പ്രമാണിക്കുന്നില്ല എങ്കിൽ ഇന്ന് എത്രയോ പേർക്കറിയാമെന്നറിയോ? അവര് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ വീണ്ടും ജന അനുഭവം പോലും ഇല്ലെങ്കിലും വീണ്ടും ജനിക്കണമെന്നുള്ള കാര്യം അറിയാം. സ്നാനപ്പെട്ടില്ലെങ്കിലും സ്നാനപ്പെടണമെന്നറിയാം. പക്ഷെ അത് ചെയ്യല. കാരണം അവർ മനുഷ്യരാലുള്ള മാനം അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അറിയാവുന്ന അനേകരെ എനിക്കറിയാം. അവരുടെ ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ അവർ അതിനൊരു ശരിക്കുള്ള ഒരു ഉത്തരം തരാറില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളേക്കാൾ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ സ്വയത്തിൽ, നമ്മുടെ നന്മ പ്രവൃത്തികളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊരിക്കലും സ്വർഗത്തിലെത്തുവാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഈ മുഖസ്തുതി പറയുന്നവർ അവർ എന്ത് ചെയ്യുന്നറിയോ? സദൃശവാക്യത്തിൽ 29-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചാൽ ഒരു വലിയ ശക്തമായ മുന്നറിയിപ്പാണ്. സദൃശവാക്യം 29:5. അപ്പോൾ നീതിവചൻ 29:5 അവിടെ വായിക്കുന്നത്, കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിനൊരു വല വിരിക്കുന്നു. കണ്ടോ എന്ന് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യുക? അവന് കൊടുക്കുക. പലരും മുഖസ്തുതി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവമക്കളെ. അങ്ങനെ നമുക്ക് മനുഷ്യരിൽ നിന്നുള്ള ആ ഒരു മുഖസ്തുതിയുടെ ആവശ്യം ദൈവമക്കൾക്കില്ല. അല്ല, മറ്റുള്ളവർ നമ്മളെ ദുഷിച്ച് പറഞ്ഞാലും അതിൽ നമുക്ക് ദുഃഖിക്കേണ്ടതില്ല. നമ്മളെക്കുറിച്ച് നമുക്ക് ലഭിക്കേണ്ട സാക്ഷ്യം ദൈവത്തിൽ നിന്നാണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പം നമ്മുടെ പ്രശംസ എവിടെയാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പൗലോസ്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ താൻ ഇത്ര ഉന്നതനായ ദൈവത്തിന്റെ ദാസൻ പറയുന്ന ആ കാര്യം വളരെ വിലപ്പെട്ടതാണ്. ഗലാത്യലേഖനം 6:14 വാക്യം വായിക്കുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലില്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തൻ്റെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. വാസ്തവത്തിൽ ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ എവിടെയാണ് പ്രിയമുള്ളവരെ പ്രശംസിക്കുന്നത്? നമുക്ക് മറ്റെവിടെയെങ്കിലും പ്രശംസയുണ്ടോ? അതുപോലെ റോമാലേഖനം 5:4 വാക്യത്തിൽ വായിക്കുന്നത്, നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു എന്നാണ്. കഷ്ടതയിലും പ്രശംസിക്കുക. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയല്ല, അവിടെയും നമ്മൾ പ്രശംസിക്കുന്നവരായി തീരുന്നു എന്നുള്ളതാണ്
നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ ഒരിക്കലും പ്രശംസ എടുക്കുന്നവരാകാൻ പാടില്ല. കാരണം ഇതിനെല്ലാം യോഗ്യനായിട്ടുള്ളവൻ ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവാണ്. ആ ഒരു വാക്കിലൂടെ വായിച്ച് ഞാനിവിടെ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധി ഉണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ്. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം യോഗ്യനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുത്തേക്ക് എല്ലാ പ്രശംസയും അർപ്പിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വയത്തിൽ പ്രശംസിച്ച് മിടുക്കരാകാൻ ശ്രമിക്കാതെ എല്ലാ നിലയിലും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനായി തീരാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒന്ന്, നമ്മുടെ ദൈവം നിയമത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ അലക്ഷ്യമാക്കാതിരിക്കണം, ദൈവവചനത്തെ പ്രമാണിക്കുന്നതിൽ ഉത്സുകരായിരിക്കണം. 2, ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഒരു നിഗളിയാകാൻ പാടില്ല. നമ്മൾ ഒരു നിഗളിയാകാൻ, നമ്മളെ നിഗളത്തിൽ വീഴിക്കുവാൻ ശത്രു ശ്രമിക്കും. എന്നാൽ നമ്മൾ നിഗളിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. എനിക്കെല്ലാം അറിയാവുന്നൊരു ഭാവം അത് നമുക്ക് പാടില്ല. എന്നാൽ നമ്മൾ സത്യവചനത്തെ എപ്പോഴും മുറുകെ പിടിക്കുന്നതായിരിക്കണം. 3, നമ്മൾ സ്വയത്തിൽ നമ്മൾ പ്രശംസിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് സ്വയപ്രശംസയാൽ തന്നെ എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വരാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി നമ്മൾ ഒരിക്കൽ നമ്മളെ സൂക്ഷിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് കേൾവിക്കാരായ എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.